സ്ത്രീകൾക്കും ദളിതർക്കും സിനിമയെടുക്കാൻ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഇത്രയധികം പണം നൽകരുത്. സിനിമാ കോൺക്ലേവ് വേദിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇങ്ങനെയാണ്: സ്ത്രീകളായതുകൊണ്ട് മാത്രം അവസരം നൽകരുതെന്നും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആദ്യം 3 മാസം പരിശീലനം നൽകണമെന്നുമാണ് മറ്റ് പരാമർശങ്ങൾ. താൻ വരത്തനല്ല, 60 വർഷമായി സിനിമയിലുള്ള തനിക്ക് അഭിപ്രായം പറയാം എന്നാണ് അടൂരിന്റെ ന്യായീകരണം. വിവാദ പരാമർശം നടത്തിയ വേദിയിൽ തന്നെ അടൂരിനെതിരെ പ്രതിഷേധ സ്വരമുയർന്നു. പക്ഷേ ഗായിക പുഷ്പവതിയുടെ ഇടപെടൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ വില കുറച്ച് കണ്ടപ്പോൾ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിന്നത് ഒരു ജനതയുടെ ആത്മാഭിമാനമാണെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചിലരുടെ പ്രതികരണം. സവർണ അസാംസ്കാരിക അശ്ലീലത്തിന് മുഖമടച്ചു കൊടുത്ത അടിയെന്ന് പുഷ്പവതിയുടെ പ്രതിഷേധത്തെ അവർ വിശേഷിപ്പിച്ചു. അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാകുന്ന അത്ഭുതമാണ് ജാതി. അതുകൊണ്ടാണ് ആ വലിയ സദസ്സിൽ പുഷ്പവതിക്ക് മാത്രം അത് മനസ്സിലായത്. എന്നിട്ടും പുഷ്പവതി ആരാണെന്ന് ചോദിക്കാൻ അടൂർ ഗോപാലകൃഷ്ണന് കഴിയുന്നത് ആ ജാതി അധികാരം ഉള്ളതുകൊണ്ടാണെന്നാണ് മറ്റൊരു പോസ്റ്റ്. ഏത് സദ്ഗുരുവായാലും മൈക്ക് കയ്യിലെടുക്കുമ്പോൾ പൊളിറ്റിക്കൽ അവയർനെസ് ഉള്ള ഒരു തലമുറ മുന്നിലിരിക്കുന്നുണ്ടെന്ന ഭയവും ജാഗ്രതയും ഉണ്ടാകുന്നത് നല്ലതാണെന്നാണ് എഴുത്തുകാരി എസ് ശാരദക്കുട്ടി FBയിൽ കുറിച്ചത്. SC/STക്കാർക്കും വനിതകൾക്കും സിനിമയെടുക്കാൻ തീവ്ര പരിശീലനം വേണമെന്നൊക്കെ തോന്നുന്നത് പ്രത്യേകതരം കണ്ണാടി വെച്ച് കാണുന്നതിന്റെ പ്രശ്നമാണെന്നാണ് സംവിധായകൻ ഡോക്ടർ ബിജുവിന്റെ പരാമർശം. ശരാശരി 3 കോടിയിൽ കുറഞ്ഞ് സിനിമ ചെയ്യാൻ കഴിയാത്ത കാലത്ത് 1.5 കോടി വെട്ടിക്കുറയ്ക്കണമെന്ന യുക്തി തന്തവൈബായെ കാണാൻ കഴിയൂവെന്നാണ് മറ്റൊരു പ്രതികരണം. അടൂർ ഏത് കാലത്താണ് ജീവിക്കുന്നതെന്നാണ് ചോദ്യം. അടൂരിന് സർക്കാർ സബ്സിഡിയോടൊപ്പം ബോറടിപ്പിക്കാതെ കഥ പറയാനുള്ള ഒരു 6 മാസ പരിശീലനം കൂടി ആവാമായിരുന്നുവെന്ന തരത്തിലും പ്രതികരണങ്ങൾ വന്നിരുന്നു. അതേസമയം അടൂരിന്റെ വിവാദ പരാമർശത്തിൽ മന്ത്രിമാർക്കിടയിൽ ഭിന്നാഭിപ്രായമായിരുന്നു ഉയർന്നത്. വിശ്വ ചലച്ചിത്ര വേദികളിൽ വിഹരിച്ചിട്ട് കാര്യമില്ല, ഹൃദയവികാസം ഉണ്ടാകണമെന്ന് മന്ത്രി R ബിന്ദു വിമർശിച്ചപ്പോൾ വളച്ചൊടിച്ചു വിവാദമാക്കിയെന്നാണ് മന്ത്രി VN വാസവൻ പ്രതികരിച്ചത്. സാമ്പത്തിക സാമൂഹിക സാഹചര്യത്തെ തുടർന്ന് സിനിമാ മോഹം ഉപേക്ഷിക്കേണ്ട സ്ഥിതി ആർക്കും ഉണ്ടാകരുതെന്ന് മന്ത്രി സജി ചെറിയാൻ വേദിയിൽ തന്നെ അടൂരിന് മറുപടി നൽകിയിരുന്നു. പ്രതിപക്ഷത്തു നിന്നും അടൂരിന് വിമർശനങ്ങൾ ഉയർന്നു. അരികുവൽക്കരിക്കപ്പെട്ടവരോടുള്ള ഫ്യൂഡൽ പൊതുബോധ കാഴ്ചപ്പാടിനെ ഊട്ടിയുറപ്പിക്കുന്നതാണ് അടൂരിന്റെ പ്രസ്താവനയെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP കുറ്റപ്പെടുത്തിയത്.